സോ ഹലോ ഗൈസ്, എല്ലാം നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ മിന്നലംസി സെർവർ കണ്ട ആൾക്കാർക്ക് അറിയാം. ഞാൻ കെയിനോട്ടൊരു മിഡീവിയൽ സ്റ്റൈലുള്ള ഒരു വില്ലേജ് നോക്കിയേ. ഓക്കെ, സോ ഈ വട്ടം നമ്മളൊരു വെറൈറ്റി ആയിട്ട് സാധനം പിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വട്ടം ചെയ്യാൻ പോണ പരിപാടി എന്ന് വെച്ചാൽ നമ്മളൊരു ജംഗിൾ വില്ലേജ് ചെയ്യാൻ പോകണം. ഓക്കെ, അതവൻ്റെ ഒരു ബേസ് മനസ്സിലായോ? ലൈക്ക് ഓരോ ജംഗിളിൽ നിന്ന് ഇങ്ങനെ എന്താ പേര് പറഞ്ഞത്, ട്രീ ഹൗസ് പോലെ ഇങ്ങനെ ഓരോ ലൈക്ക് ഇങ്ങനെ എന്താ അതിൻ്റെ പേര്, മറ്റേ റോപ്പ് പാത്തൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഫുള്ളും സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അതിനുള്ള സ്ഥലം ഞാൻ എവിടെയെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ ബാക്കിലായിട്ട് ഞാൻ എത്ര വലിയ സാധനം കണ്ടത്. ഓക്കെ, പിന്നെ ഞാൻ എന്തിനും എത്ര ഇതാക്കണേ, അപ്പോൾ ഞാൻ അവിടെ ഫുള്ളും ടെറഫാം ചെയ്തു. അവിടെ ഒരു കേവ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കണ്ടാൽ അറിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇനി നമ്മൾ ഈ ഒരു സ്ഥലമാണ് മാറ്റിയെടുക്കാൻ പോകണം. ഇവിടെ ഫുള്ളും ജംഗിളും അതിനുള്ള ഒരു സൂപ്പർ സ്ഥലമാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും നമുക്ക് ഇത്തിരി രണ്ട് ജംഗിളും അതൊക്കെ ഒന്ന് ഇത്തിരി സെറ്റാക്കി വെക്കാം. ഓക്കെ, മറ്റേ വലിയ മരമില്ലേ, അതാണ് നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇത്തിരി നമ്മുടെ ബേസിൻ്റെ അടുത്തനായിട്ടൊരു ജംഗിളുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും ഈ അയൺ ഫാം എന്നൊക്കെ പറയണത് ഈ ഇതിടട്ടെ. ഓക്കെ, ഷീൽഡ് വെക്കണ്ട. അപ്പോൾ നമുക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ അയൺ ഫാം വീണ്ടും ബ്രേക്കായി തേങ്ങ. പക്ഷെ അത്യാവശ്യം ലൂട്ട് വന്നിട്ടാട്ടോ ബ്രേക്കായി. ലൈക്ക് എനിക്ക് സംഭവം മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഗെയിം സേവ് ചെയ്ത് ക്വിറ്റ് ചെയ്ത് സേവ് അടിക്കുമ്പോഴാണ് സംഭവം ബ്രേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അത്യാവശ്യം ഞാൻ ഇപ്പോൾ ഈ അയം കൊണ്ട് ഇനി വേറെ വലിയ ജോബൊന്നും ഇല്ല, വേറെ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തായാലും ഇത്ര കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മൾ ജംഗിള് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കുറച്ച് ഇത്തിരി ദൂരെത്തണം. അവിടെ വലിയ ദൂരമൊന്നുമില്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ജംഗിൾമാരെയും കണ്ടുവരാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്കൊക്കെ ചെയ്യും, സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതാണ് നമ്മുടെ സംഭവം ജംഗിൾമാരെയും. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ സാപ്ലിങ്സ് ഓക്കെ ഒരു 6-7 സാപ്ലിങ് എടുക്കണു. അപ്പുറത്ത് ഇത്തിരി കൂടി വലിയ ജംഗിൾ ഉണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ പോയിട്ട് സാപ്ലിങ് കാണിച്ചു തരാം. നമുക്കൊരു 6 സാപ്ലിങ് കിട്ടി. ഓക്കെ, പിന്നെ നമ്മുടെ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് പട്ടിക്കൂടല്ല. ഓക്കെ, ഇവിടെ ഒരു കേവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനതൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആക്കി വെച്ചതാ. ഓക്കെ, മിക്കവാറും ഇതെടുത്ത് കളയും, എന്നാലും ഇപ്പം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു. ഐ തിങ്ക് ഇവിടെ ആയിട്ടൊരു കേവ് ഉണ്ട്. ഓക്കെ, ഞാൻ നോക്കിയാട്ടെ. ഇവിടെ അല്ല, വേറെ എവിടെ ആയിട്ടൊരു കേവ് ഇവിടെയാണ് തോന്നുന്നു. ഇവിടെ ഒരു കേവ്, അതാ ഇതൊരു വലിയ കേവ് ആണ്. ഓക്കെ, ഞാൻ അതിൻ്റെ മേലോടെ ഈ കവർ ചെയ്ത് ടെറഫാം ചെയ്താണ്. ഓക്കെ, അതിന് അങ്ങനെ എന്തായാലും പറയാം. ടെറ എന്തോ അത് ചെയ്താണ്. ഓക്കെ, അതിൻ്റെ അങ്ങനെ എന്താണ് അങ്ങനെ എന്താണ് പറയാ. ഓക്കെ, അപ്പോൾ ഇവിടെ മറ്റേ സാധാരണ ഒരു ടൈപ്പ് എന്താ വില്ലേജ് എന്നൊക്കെ പറയുന്നത്, സാധാരണ ടൈപ്പ് ഒരു ജംഗിളാണ്. പക്ഷെ അവിടെ ഇത്തിരി വലിയ മരമായിട്ട് ലൈക്ക് നോക്കട്ടെ, അതാ അങ്ങനത്തെ മരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ കൂടുതൽ. പക്ഷെ ഇവിടെ കണ്ടോ, ഇത് നമുക്ക് സാപ്ലിങ്സ് കിട്ടാൻ വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇത് അവിടെ പോയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനൊരു 6 എടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് വേണമെച്ചാൽ ഒരു മരണ്ട് കുത്തിയിട്ടേ, മരമല്ല എന്താ അതിൻ്റെ പേര്, ജംഗിളാണ് വളർത്തിയിട്ട് നമുക്ക് കണ്ട് തുടങ്ങാം നമ്മളെ പരിപാടി. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഇതുവരെ വെച്ചാൽ അടിപൊളിയായിട്ട് ആവണം എന്നാണ് എൻ്റെ ഒരു ഇത്. ലൈക്ക് കുറേ മറ്റേ വലിയ ജംഗിൾമാരും പിന്നെ അതിൻ്റെ ഇങ്ങനെ മറ്റേ പാത്തും. ഓക്കെ, മനസ്സിലായില്ലേ, മറ്റേ ഇങ്ങനെ പാത്ത് പറഞ്ഞിട്ട് ഇതില്ലേ, അതുപോലെ ഇങ്ങനെ അവരെയൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ സെറ്റാക്കി വെക്കണം. ലൈക്ക് ഓരോ വല്ല ഇവിടെ അത്യാവശ്യം നല്ല ഇതുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഷിപ്പ് ഉണ്ടാക്കാം. ഓക്കെ, ഷിപ്പ് ഉണ്ടാക്കാം, പിന്നെ അങ്ങനെ വിൻഡ് മില്ല് അങ്ങനത്തെ ഇങ്ങനെ കുറേ ഐഡിയാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ആദ്യം നമുക്കൊരു മരം കുത്തി വയ്ക്കാം. ഓക്കെ, ഇങ്ങോട്ട് വാ. നമുക്ക് ഞാൻ പറയാ ഇവിടേക്ക് എന്തോ ഒരു ഇതുള്ള പോലെ ഇത് ഞാൻ ശരിക്കും ഈ ഒരു ഏരിയ മാത്രം ഫാം കൊണ്ട് കുത്തി ഇറക്കിയ വിചാരിച്ചാണ്. നമുക്ക് വേണമെച്ചാൽ ഇവിടുന്ന് അപ്പുറത്തേക്ക് ഉണ്ടാക്കാം. അങ്ങനെ പോരെ, ഇവിടുന്ന് ലൈക്ക് ഒരു എൻട്രൻസ് ഉണ്ടാക്കണോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എൻട്രൻസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ പറയട്ടോ. നമുക്ക് വേണമെച്ചാൽ ഇവിടുന്ന് ഒരു ലൈക്ക് നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മുടെ ആ മിന്നലംസിൽ ചെയ്തില്ലേ, അതുപോലെ തന്നെ എന്തായാലും
ഒരു ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പിൽ വന്നിട്ട് ഇവിടെ ഒരു എൻട്രൻസ്, പിന്നെ അങ്ങനെ പോട്ടെ ഒരു, പിന്നെ ആ ഒരു മതിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കൊന്നും വേണ്ട, ഇവിടെ മാത്രമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ എൻട്രൻസ് ചെയ്ത് ഉള്ളിൽ കയറിയ പിന്നെ ഫുള്ളൊരു ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറണം. അവിടെ വീട്, ഇവിടെ വീട്, ഇവിടെ വീട്, ഇവിടെ ഓനെ പൊളിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്നാ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആദ്യൊരു നമ്മുടെ ഒരു ജംഗിൾ വുഡാണ് ഉണ്ടാക്കാം. മിക്കവാറും മിക്കവാറും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ലൈക്ക് ഞാൻ സ്കെൽട്ടനൊക്കെ ഒത്തിരിയാണ് കൊന്നിട്ടുള്ളൂ. ഐ തിങ്ക് സോ. സ്കെൽട്ടനെ അല്ലല്ലോ 300. ഇത് മതിയോന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ വില്ലേജ് എന്നൊക്കെ പറയും. ചിലപ്പോൾ മൈൻക്രാഫ്റ്റ് നമ്മളെ മൂഞ്ചിക്കും. ലൈക്ക് ചിലപ്പോൾ ഒരു സ്റ്റാക്ക് കൊണ്ടു കൊടുത്താൽ അത് വളരില്ല. ഓക്കെ, ഐ തിങ്ക് സോ മിക്കവാറും വളരും. ഇതിപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അത് വളർന്ന ഒരു ഇതായല്ലോ. അപ്പോൾ എന്തായാലും ഓക്കെ, 1 2 3 4 5 6 7. ഓ ആയി, ഞാൻ ചോദിച്ചു വളർന്നില്ല. ഓക്കെ, ഇത് വേണം എനിക്ക്, ഈ സാധനം വേണം. ലൈക്ക് ഇനിയാണ് നമ്മുടെ ഇത് എന്താ സെറ്റാക്കേണ്ടത്. ഈ ഒരു ഭാഗം അപ്പുറത്തെ സൈഡിലേക്കാണ് കിട്ടുന്നത് വെച്ചാൽ നമുക്ക് ഇത്തിരി ഒരു ഉപകാരമായിരുന്നു അല്ലേ. ലൈക്ക് അതിലൊരു എന്തായിട്ട് പേര് പറഞ്ഞാൽ അതിലൊരു വീട് ഉണ്ടാക്കാന്ന്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ഏരിയനെ മതി. ഈ ഒരു ഏരിയയിൽ വേണമെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ലൈക്ക് ഇവിടെ ഒരു എൻട്രൻസ് വരിക. എൻട്രൻസ് വന്നിട്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ലൈക്ക് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഉണ്ടാക്കണം. എന്താ അതിന് പറയാ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു അടിയിൽ നമ്മൾ കയറി വന്നതും ഇവിടെ ഒരു ഇതുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഒരു വില്ലേജർ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ആവുക നമുക്ക് നമ്മുടെ ട്രെയിനിങ് ഹാൾ ഉണ്ടാവുക, പിന്നെ നമ്മുടെ എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാവുക, അങ്ങനത്തെ ഓരോ ഫാമിങ്ങളല്ല, ഫാംസ് അല്ല, ഓരോ സംഭവങ്ങൾ മനസ്സിലായില്ലേ. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കുഴപ്പമില്ല, ഈ മരം എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഞാൻ ഇത്രയോടും സാപ്ലിങ് എനിക്ക് വേണം. ഇനി 2 കൂടിയേ ബാക്കിയുള്ളൂ. കുഴപ്പമില്ല, ഞാൻ ഓഫ് ക്യാമറയിൽ ഉണ്ടാക്കാം. ഓക്കെ, സോ ഇനി ഇതാ ഇവിടുന്നാവും നമ്മുടെ ഈ ഒരു മരത്തിൽ നിന്ന് നമ്മൾ ഇനി ഫുള്ള് ഇവിടെ ഒരു ജംഗിളാക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ഞാൻ ആദ്യം തൊട്ട് ഉറങ്ങട്ടെ. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക. ഓക്കെ, ഫുൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വല്ല പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ എന്തായാലും അത് ആഡാക്കാൻ നോക്കാം. ഓക്കെ, വല്ല എന്താ രാത്രിയാവത്തെ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ എന്തായാലും അത് ഇതിൽ ആഡാക്കാം. ഓക്കെ, വല്ല ബിൽഡ് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യും, ഞാനത് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നടിപ്പോമേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊരു ഓർഗനൈസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു ബേസ് പ്ലാൻ എന്താണെന്ന് പറയാൻ എന്തായാലും തമ്മിൽ ഉണ്ടല്ലോ. അപ്പോൾ ബേസ് പ്ലാൻ എന്താണെന്ന് നമ്മുടെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ്. ലൈക്ക് എനിക്കറിയാം ഈ വീഡിയോ മിക്കവാറും നല്ല ലെങ്ത് കുറവാകും, ഒരു 6-7 മിനിറ്റ് ഉണ്ടാവും തന്നെ സംശയമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ എന്തായാലും നിങ്ങൾ പ്ലാൻസ് ഒക്കെ പറയാം കമൻറ്റിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ പരിപാടി ചെയ്യാം. അപ്പോൾ എന്തായാലും ഫസ്റ്റത്തെ നമുക്ക് അടുത്ത എപ്പിസോഡിനെ മിക്കവാറും ഒരു എൻട്രൻസ് ഉണ്ടാക്കാം. അതിനുണ്ട് അതുപോലെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഇവിടുന്ന് ഒരു എൻട്രൻസ് ഉണ്ടാക്കാം. സോ അപ്പോൾ എന്തായാലും എല്ലാവരും അടുത്ത വീഡിയോയിൽ പോയാൽ. ഓക്കെ, അപ്പോൾ ബൈ ബൈ. എല്ലാവരും ലൈക്കൊക്കെ ചെയ്യും, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.